അപ്പച്ചി അവിടെ ഇരി, അപ്പച്ചി അവിടെ ഇരി. ഓക്കെ, അതിനകത്ത് നമ്മുടെ ഇഷാനിയുടെ ഒരു സീനായിരുന്നു. ഇതൊക്കെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോഴേ ഞാൻ ഓക്കെ ആ കൂട്ടത്തിൽ ഇച്ചിരി ഭേദമുള്ളത് ഇഷാനിയും ആ കൊച്ചു കൊച്ചു ആണെന്നുള്ള രീതിയിലാണ് വിചാരിച്ചത്. ഇഷാനി പിന്നെയും ഭേദമാണെന്ന് വിചാരിച്ചത്. ആ ഒരു സീനെ നമുക്ക് ഇന്നും കൂടെ ഒന്ന് കണ്ടോ. ആ കൈയൊക്കെ ഇങ്ങോട്ട് തട്ടിയൊക്കെ മാറ്റിയിട്ടെ. മക്കളെ ഇതൊക്കെ ആയിരിക്കുമല്ലേ അച്ഛൻ പറഞ്ഞു പഠിപ്പിക്കുന്നതും അമ്മ പറഞ്ഞു പഠിപ്പിക്കുന്നതൊക്കെ. ഓക്കെ 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 ഓക്കെ. ആ എന്തായാലും സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ നമിച്ചിരിക്കുന്നത്. കാരണം ഇന്നത്തെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേയുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അഹാന കൃഷ്ണ ഈ പറയുന്ന അശ്വിനെ ഫോളോ ചെയ്തൊക്കെയൊന്നുണ്ട്. കഴിഞ്ഞ വട്ടം ഈ ഒരു വിഷയം വന്ന സമയത്താണെങ്കിൽ പോലും ഇവർ ഫോളോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. വേണ്ടേ ഇപ്പോൾ എന്തായാലും ഫോളോ ഒക്കെ അടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ബർത്ത്ഡേയുടെ ട്രീറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ അവരെല്ലാം സെറ്റ് ചെയ്ത് നല്ല വേറെ ലെവലാക്കി കൊടുത്തു വിട്ട്. ഇനി അതിൻ്റെ ആയിരിക്കാം എന്തോ ആയിക്കോട്ടെ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട് അശ്വിൻ്റെ ഫാമിലിയെക്കുറിച്ച്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത സമയത്തുള്ള അമ്മയിലെ ഹോട്ടലിൽ കൊണ്ടുപോയി എന്നൊക്കെയുള്ള കോൺട്രവേഴ്സിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇനി അതുകൊണ്ടാണല്ലോ ആണോ എന്നൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും കുറച്ച് കമൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു വീഡിയോ നിങ്ങൾ അവരുടെ ഫാമിലി വ്ളോഗ് കണ്ട ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്ത് തോന്നി സത്യം പറഞ്ഞാലോ? ആ 2-3 പോർഷൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, ഇതൊരു ഫോട്ടോഷൂട്ട്. ഇതൊരു എന്താ പറയണ്ടേ, കുഞ്ഞിൻ്റെ ബർത്ത്ഡേയുടെ ആഘോഷമാണോ, കേക്ക് കട്ടിങ് ആണോ, എനിക്കൊന്നും തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അച്ഛനെന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ തന്നെ വെറും ഒരു സൈഡാക്കി നിർത്തിയ ഒരു പരിപാടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഉള്ള കാര്യം തുറന്ന് പറയാലോ, എനിക്ക് എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. നിങ്ങൾക്കത് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കുക. ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോയും കൂടെ ചെയ്തോ. ഓക്കെ, ലൈക്ക് കൊടുക്കുമ്പോൾ ഹൈപ്പും കൂടെ കൊടുക്കാൻ മറക്കണ്ട. എന്തായാലും നമുക്ക് ആദ്യം 2-3 കമൻറ്റിൽ നിന്ന് തന്നെ കൊടുക്കാം. ആ കമൻറ്റാണ്. കുറേ കമൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. കുറേ കമൻസുകൾ അവർ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ലുക്ക്, ആക്ച്വലി അഹാന വാസ് അപ്സെറ്റ്. ഐ തിങ്ക് ഷി വാസ് ആക്ച്വലി പ്ലാനിങ് ഹൗ ടു അവോയ്ഡ് അപ്പച്ചി ഫ്രം ദ ഫ്രെയിം. അല്ലേ, നിങ്ങൾ ആ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പച്ചി എങ്ങനെയെങ്കിലും ആ ഫ്രെയിമിൽ നിന്നൊന്ന് മാറണം. പ്രായം ചെന്ന സ്ത്രീകളാണ്, പ്രായം ചെന്ന ആൾക്കാരാണ്, അവർക്ക് ഇതൊക്കെ ഭയങ്കര സന്തോഷമാണ്. പക്ഷേ എന്താ പറയണ്ടേ, ഒരു സമയം കഴിയുമ്പോൾ ഇതിനൊന്നും വലിയ വാല്യൂ ഇല്ല എന്നൊക്കെ പറഞ്ഞ് എടുത്ത് കളയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവരുടെ ഓരോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പഴയതൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൂടെ പറ. ഓക്കെ, അപ്പച്ചി നൈസായിട്ട് അഹാന ഒഴിവാക്കാൻ നോക്കുന്നു. ലുക്ക് അറ്റ് ഇഷാനി എക്സ്പ്രഷൻ ആസ് വെൽ. ഇത്രയും നാറിയ ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു കമൻറ്റ്സ് നിങ്ങൾക്ക് ഇട്ട ആൾക്കാർക്ക് നല്ല രീതിയിൽ അറിയാമല്ലോ. രസമെന്ന് പറഞ്ഞാൽ ഞാനൊരു കമൻറ്റ് കണ്ട് ഇപ്പോൾ വരാം, ഒന്ന് വെള്ളം കുടിച്ചിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് വന്ന് നോക്കുമ്പോഴത്തേക്ക് ആ കമൻറ്റ് അവിടെ കാണുന്നില്ല. അതാ ഞാൻ ആലോചിച്ചത്, ഇവരെ ഡിലീറ്റ് ചെയ്ത് കളയുന്ന കമൻറ്റ് കണ്ടില്ല, ചിലപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും. ഇനി ആരെങ്കിലും ചാനൽ നോക്കുന്ന വ്യക്തികളാണോന്നൊന്നും പറയാൻ പറ്റുന്നില്ല. കുറേ കമൻറ്റ്സ് ഡിലീറ്റ് ആവുന്നുണ്ട്. അശ്വിൻ്റെ ഫാമിലി ഇൻവൈറ്റ് ചെയ്തു, ഇങ്ങനെ അപ്പച്ചി ഇൻസൾട്ട് ചെയ്ത പോലെ ഇൻസൾട്ട് ചെയ്തതിലേയും ഭേദം വിളിക്കാതിരിക്കുന്നതാണെന്നുള്ള രീതിയിൽ. അതെന്തായാലും ഇട്ട ആൾക്കാർക്ക് എന്തായാലും നല്ല ബുദ്ധിയും കാര്യങ്ങളും ഉണ്ട്. അമ്മാമ്മ അപ്പൂപ്പനെ എങ്ങനെ ട്രീറ്റ് ചെയ്തോ അതുപോലെ തന്നെയാണ് നിങ്ങൾ അശ്വിനെയും ഫാമിലിയും ട്രീറ്റ് ചെയ്തത്. അത് നിങ്ങളുടെ ജിന്നിലുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം അത് എവിടെ നിന്നാണ് കിട്ടിയതെന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഇപ്പം അറിയാലോ, സീക്രട്ട് ഏജൻറ്റിൻ്റെ ചാനലിൽ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന അപ്പൂപ്പൻ്റെ അമ്മൂമ്മ എടുത്തിട്ട് അടിക്കുകയോ കണ്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിലൊക്കെ. അതാണല്ലോ ഇപ്പോൾ സംസാര വിഷയങ്ങളൊക്കെ. എന്ന് രാവിലെ അതായിരുന്നു മൊത്തം. അപ്പം അതുപോലത്തെ പരിപാടികളൊക്കെ തന്നെ ആയിരിക്കാം ഇവരും കാണിക്കുന്നത്. എന്തായാലും ഇന്ന് അപ്പച്ചി അവോയ്ഡ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പറയണം കേട്ടോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ അത് കറക്റ്റായിട്ട് വേണം. അശ്വിൻ്റെ സ്വന്തം കൊച്ചു തന്നെ അല്ലേ ഇത്? അത് അങ്ങനെ ഒരു ചോദ്യം. അതെ, അറ്റ്ലീസ്റ്റ് കേക്ക് കട്ട് ചെയ്യാനെങ്കിലും അവനൊരു ചാൻസ് കൊടുക്കുക. അത് സത്യമാണ്. ഒരു നോക്കുകൂത്തിയായിട്ട് ഒരു മൂലകീർത്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ സ്വന്തമായി 10 പൈസ എടുക്കാനില്ലാത്ത ഭാര്യയുടെ അനിയത്തിമാരുടെയും ചിലവിലാവുമ്പോൾ ഫ്രണ്ടിൽ നിർത്തി തന്നെ ദിയയുടെ കരുണയും എന്നുള്ള രീതിയിലാണ്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ അയാൾ എത്ര താഴ്ത്തു ഒന്നും ചെയ്യരുത്. അത്യാവശ്യം അയാൾക്ക് ജോലിയും കാര്യങ്ങളുണ്ട്, നല്ല സാലറി ഒക്കെ കിട്ടുന്നൊരു മനുഷ്യനാണ്. വീട്ടിൽ തന്നെ ഇരുന്ന കാര്യങ്ങളൊക്കെ ഒരു ലാപ്ടോപ്പിൽ ഇരുന്ന് ചെയ്യുന്നതാണ്. നിങ്ങൾ ഈ വ്ളോഗ് കാണുന്നത് മാത്രമല്ല, അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അദ്ദേഹത്തിന് നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ഞാനൊരു കാര്യം പറയാം, ആ ഫാമിലിയിൽ തന്നെ കൃഷ്ണകുമാറാണെങ്കിലും ഈ പറയുന്നവനാണെങ്കിലും രണ്ടും കൊള്ളാം. ഞാൻ കൃഷ്ണകുമാറിനെ ഒരുപാട് ട്രോളിയിട്ടുണ്ടെങ്കിലും ചില കാര്യങ്ങളും ചില വാക്കുകളും ഒക്കെ എനിക്കും നെഗറ്റീവൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, പണ്ടൊരു പ്രസംഗം എനിക്ക് പുള്ളിയുടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അത് ഞാൻ പുള്ളി നെഗറ്റീവായിട്ടിരിക്കുന്ന സമയത്ത് കേട്ടൊരു സംഭവമാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ. ഇപ്പോൾ ഓരോന്നൊക്കെ അറിയാൻ തുടങ്ങിയപ്പോഴും പാർട്ടി ബേസിലുള്ള കാര്യങ്ങളൊക്കെ ചിലതൊക്കെ കറക്റ്റാണ്. പിന്നെ BJP ആകുമ്പം അറിയാമല്ലോ, കുറച്ച് എരിവും പുളിയും മസാലയൊക്കെ കയറ്റി വിടുന്നത് പുള്ളിക്ക് അത് തള്ളിക്കളയാൻ പറ്റത്തില്ല. അത് അങ്ങനെ ഒരു ടൈപ്പാണ്. അത് BJPക്കാർക്കുള്ളത് കേട്ടോ. ഞാൻ എല്ലാവരും അല്ല പറഞ്ഞത്, ചില ആൾക്കാർക്ക് മാത്രം. ഓക്കെ, പിന്നെ മെയിനായിട്ട് എടുത്ത് പറയേണ്ട അശ്വിൻ്റെ ജോലിയുടെ കാര്യമാണല്ലോ നമ്മൾ സംസാരിച്ചത്. അദ്ദേഹത്തിനെ പോലെ ഒരാളെ കിട്ടിയത് ദിയയ്ക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഉള്ളാരും പറയാലോ. പിന്നെ എല്ലാവരും പറയും ആണും പെണ്ണും കെട്ടവനൊക്കെ എല്ലാവരും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഭാഗ്യമാണ് ഈ കാലത്ത് ഇതുപോലൊരാളെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. ഇനി അപ്പം നമുക്ക് അവരുടെ വ്ളോഗിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം ഗൈസ്.
ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പൊ ഇവിടെ എടുത്തു തുടങ്ങിയത് വളരെ എടുത്തുചാടിയുള്ള ഒരു തീരുമാനമായിരുന്നു. ബിക്കോസ് ഞാനിപ്പോ മലേഷ്യയിൽ പോയി വന്നപ്പോ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചായിരുന്നു വീട്ടിലേക്ക്. അപ്പൊ അത് കൊടുക്കാൻ വേണ്ടി ഞാൻ വന്നു. ഞാൻ ക്രിസ്മസ് പറഞ്ഞ പോലെ ഞാനും എന്റെ കുട്ടി ഡോഫും പോലെ ഓമി വന്നേ. അപ്പൊ നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ഇഷാനി ഇങ്ങനെ ഒറ്റയ്ക്ക് മാറിയുന്ന കേക്ക് ഒക്കെ ഉണ്ടാക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു കേക്കൊക്കെ എന്തിനാ ഇപ്പൊ ഉണ്ടാക്കുന്നത്? അതിനകത്ത് കപ്പ് കേക്ക് ഒക്കെ ഉണ്ടാക്കും. പക്ഷേ ഒരു നാളെ ഓമിയുടെ ബർത്ത്ഡേ പാർട്ടി, ഇവര് ഒരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി, അത് എന്താ തീമോ ഒന്നുമേ എനിക്കറിയില്ല. സത്യം പറയാം, എനിക്ക് ഒന്നുമേ ഇവരെന്താ ചെയ്യുന്നത്, എവിടെയാ ചെയ്തേക്കുന്നത് പോലും എനിക്ക് അറിയത്തില്ല. അതായത് ഇവരായിട്ട് പ്ലാൻ ചെയ്തൊരു സാധനം, ജസ്റ്റ് നമ്മുടെ ഫാമിലി മാത്രമായിട്ട്. അപ്പം അവിടെ അശ്വിൻ്റെ ഫാമിലിയും കൂടെ കൂട്ടാമായിരുന്നു. അവർ സാധാരണ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അവർ ഓടിച്ചാടി വരുന്ന വ്യക്തികളാണ്. ഓടി വരുന്നതാണ്. പിന്നെ ഇപ്പോൾ ദിയെ കാണുമ്പോൾ എനിക്ക് തനി അമ്മൂമ്മ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അമ്മൂമ്മയുടെ അതേ കൂട്ടാനുണ്ട് ദിയ. അത് ഇവര് പ്ലാൻ ചെയ്തിട്ട് ഇപ്പൊ ഞാനിവിടെ വന്നപ്പോ എനിക്ക് ഇഷാനിയാണ് കപ്പ് കേക്ക് ഉണ്ടാക്കുന്നത് ഒന്നും എനിക്കറിയില്ല. ഞാനിവിടെ റാൻഡമിൽ വന്നപ്പോ ഇഷാനി ഇതേ ലൈഫിൽ ഭയങ്കര ടഫായിട്ടൊക്കെ ഇരുന്ന് പഴയ ഇനി ഒരു പഴയ ആളല്ലേ. ഇനിയിപ്പോ ആൾക്കാർ ഈ വ്ളോഗ് കണ്ടിട്ട് ഇഷാനിക്ക് ഓർഡർ ഒക്കെ കൊടുത്ത് തുടങ്ങണം. എനിക്ക് തോന്നുന്നില്ല ഓർഡർ കിട്ടുമെന്ന്. കാരണം ഇന്നത്തെ ആ കൈ തട്ടുമാറ്റലും ആ ഒരു എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ നമുക്ക് പോലും ഒരു എന്താ പറയുക, ആ ഒരു വ്യക്തിയോട് തോന്നുന്ന ഒരു ബഹുമാനം നഷ്ടപ്പെടാം. സീരിയസ്ലി ഞാൻ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. അല്ലെങ്കിൽ പോട്ടെ, ഇപ്പോൾ ഒരു ഫ്രെയിമിലാണെങ്കിൽ ഇതാണ്. ഇന്ന് തന്നെ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ നോക്കുമ്പോൾ അമ്മ ഇങ്ങനെ വരുന്നത്, ഞാൻ പറഞ്ഞു ഇങ്ങനെ വേറെ ഒന്നും കൊണ്ടല്ല, പുള്ളി വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ അഴുക്ക് ഡ്രസ്സ് ഇട്ടുകൊണ്ട് പുള്ളി വരുമ്പോൾ ചില ആൾക്കാർ വേണമെങ്കിൽ കമൻ്റ് ഇടും. കമൻ്റ് ഇടും, അയ്യോ എൻ്റെ വീട്ടിലത്തെ ദാരിദ്ര്യം, അങ്ങനെ വേണമെങ്കിൽ പറയുന്ന ടീമാണ്. അതറിഞ്ഞു പൊക്കുമെന്ന്. അപ്പം നമ്മുടെ വീട്ടിൽ പിന്നെ ഇതൊക്കെ ഒരു സീനേ അല്ല. ഞാൻ ആൾക്കാർ പേരേക്കും ഡാനി എന്തിനാ ഈ ഇടയ്ക്ക് ഇത് വീട്ടിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ഞാനങ്ങ് ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. താല്പര്യമുള്ളവർക്ക് കേൾക്കാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാൻ കേട്ടോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ. ഇനി ഇൻബോക്സിൽ ചോദിച്ചുകൊണ്ടൊന്നും വരുമൊന്നും ചെയ്യില്ല. ചില ആൾക്കാരൊക്കെ ചോദിക്കുക, അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇഷാനിക്കും ആ സാരി ബിസിനസ്സും കേക്ക് ബിസിനസ്സും എല്ലാം കൂടെ കൊണ്ടും ഇഷാനി ഇവിടുത്തെ ഏറ്റവും വലിയ ഓണ്ടർപ്രണർ ആവാനുള്ള ഒരു സ്കോപ്പിലാണ് ഇഷാനി ഇപ്പൊ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇന്നത്തോടെ ആൾക്കാർക്ക് അതിനോടും കൂടെ ഉള്ള ഒരു ബഹുമാനം പോയി കാണും. ഓർഡർ ഫോണിൽ എനിക്കൊരു ഡൗട്ട് ചോദിക്കാൻ ഉണ്ടായിരുന്നു. എന്റെ ഫോണിലെ ഷൂട്ടിങ് ഇനി ചോദിക്കണ്ട. ഇതാണ് അപ്പച്ചി. അപ്പച്ചി ഒന്ന് എല്ലാവരും കണ്ടോ? മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങള്. ഇത് ടുറിയൻ എന്ന് പറഞ്ഞ അവിടുത്തെ ചക്ക. ഇത് ടോയ എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ടോയ് പോലെ ഞാൻ വാങ്ങിച്ചതാ. പിതുക്കാൻ പറ്റുന്ന ഒരു സാധനം, കൈക്ക് ഒരു പ്രഷർ റിലീഫ് പോലത്തെ സാധനം. ഇത് ഞാൻ നമുക്ക് ഒന്നും വാങ്ങിച്ച അവന് വേണ്ടിട്ട് അങ്ങനെ വാങ്ങിച്ചത് ഞാൻ. നല്ലല്ലേ? ഇത് അവിടുത്തെ ചക്ക മെയിൻ സാധനമാണ്. അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനം ഇതിനകത്തുള്ള ഡുറിയൻ. എന്റെ വ്ളോഗ് ഇപ്പഴേ തുടങ്ങി ഞാൻ. വിഷാൻ കേക്ക് ഉണ്ടാക്കാൻ കിട്ടും. എനിക്കിത് കഴിക്കാൻ പറ്റും കേട്ടോ. ഇത് ഫൈൻ ചെയ്തില്ല, എനിക്കും ഇഷ്ടം. ഈ ഒരു വ്ളോഗ് ഞാൻ ഇപ്പോഴും ഒന്നും കൂടെ എടുത്ത് പറയാം, ഈശാൻ എയറിലായിരിക്കും. അത് ആ കമന്റ് ബോക്സിൽ നല്ല രീതിയുണ്ട്. ഈശാൻ തൽക്കാലം ഒരു ബ്രേക്ക് എടുക്കും. ഇനി കേക്ക് മാത്രം. അപ്പച്ചി ഇപ്പുറത്തോട്ട് വാ. ഒരാള് ഒരുത്തി തട്ടി മാറ്റുന്നു. ഒരുത്തിയാണെങ്കിൽ അവിടെ ഒന്ന് വെപ്രാളപ്പെടാം. ഹനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾ ആ ഒരു വ്ളോഗ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ 16ാമത്തെ മിനിറ്റില്ല പുള്ളിക്കെങ്കിൽ അപ്പച്ചി എങ്ങനെയെങ്കിലും ഫ്രെയിമിൽ നിന്ന് മാറ്റണം ആ ഒരു മൈൻഡ് സെറ്റ്. എന്തായാലും നമുക്കത് കാണാം. ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പുള്ളിക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം ഈശ്വര. വ്ളോഗും എടുക്കുന്ന ഒരു സൈഡിൽ കൂടെ വ്ളോഗും എടുക്കുന്ന എങ്ങനെ അപ്പച്ചി മാറ്റും? അപ്പച്ചി അവിടെ ഇരിക്കുമെന്ന് പറയുന്നില്ലേ, ആ ഒരു പോർഷൻ കാണുന്നവർക്കറിയാം നല്ല രീതിയിൽ അവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്തായാലും അവർ ഇത്രയും പേര് ഒരു ഫ്രെയിമിൽ തന്നെ അവർക്ക് അതിന് വേണ്ടിയായിരിക്കാം ചിലപ്പം. പക്ഷേ അതൊക്കെ കാണുന്നവർക്ക് ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് അതൊക്കെ. അത് ആരായാലും ശരി, ഇത് എത്ര ആൾക്കാർ കാണുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങളെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറ. കൈകൊട്ട് ഇനി എന്താ പറയുക, കമൻറ്റ് ബോക്സ് മൊത്തം എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്. ഞാൻ ആ ഒരു വീഡിയോ ലൈവായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഓരോ കമൻറ്റ് അവർ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഓരോ കമൻറ്റ്സും. അതെനിക്ക് ഉറപ്പാണ്. കാരണം പ്രധാനപ്പെട്ട ഓരോ പോയിൻറ്റ്സ് ഈ മെൻഷൻ ചെയ്തൊക്കെ ആൾക്കാർ വിടുന്നതെല്ലാം ഒക്കെ അങ്ങ് പോകുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പം ഓരോ വിഷയങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോ വ്ളോഗിലാണെങ്കിൽ പോലും ഇവർ ശരിക്കും നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആ ഒരു ഒറ്റ കേസ് കേട്ടോ, അമ്മൂമ്മയുടെ ഒരു ഒറ്റ കേസ് കേട്ടോ. അമ്മൂമ്മയും പറഞ്ഞെന്ന് പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞതും അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ ഒരു വർത്താനം കൊച്ചുമോളെടുത്ത് പറഞ്ഞത് തെറ്റാണത്. അതും ഈ സ്വന്തം ഭർത്താവിനെ വെച്ച് കമ്പയർ ചെയ്തിട്ട് ഒരു കൊച്ചുമോളോട് പറയുവാണെങ്കിൽ അത് തെറ്റാണ്.
ഓക്കെ, എന്തായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.